കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എല്ലാ പുസ്തകം വായിച്ച് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പേര് എന്ന് പറയണത് മധുരമുള്ള ദൈവനിന്ദ എന്നതാണ്. അതിൽ ഫസ്റ്റ് പാർട്ടിൽ ചെറിയൊരു വിശദീകരണമാണുള്ളത്. ഒന്നുമില്ല, 13-ാം നൂറ്റാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഈ ഒരു കാലഘട്ടം പോലെ തന്നെ കലുഷിതമായിരുന്നു. കലുഷിതം എന്ന് പറഞ്ഞാൽ നല്ല കച്ചറയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എന്നർത്ഥം. അതായത് ഇപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, മറ്റേ സൈഡിൽ നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ, റഷ്യ, അവിടെയൊക്കെ ഇങ്ങനെ ഓരോരോ യുദ്ധങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്തേക്കാൾ യുദ്ധം കുറച്ചുകൂടി ഡാർക്കായിരുന്നല്ലോ ആ ഒരു കാലത്ത്. പിന്നെ ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ ഒരു പ്രതീതി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു യുദ്ധങ്ങളുടെ ഒരു നടുവിലാണ് ഒരു സൈഡിൽ. മറ്റൊരു സൈഡിൽ കൾച്ചറുകൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ, വിഭാഗങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് റൂമി ജനിക്കുന്നത്. റൂമി ഒരു ഇസ്ലാമിക മതപണ്ഡിതനായിരുന്നു. പണ്ഡിതനായിരുന്നു എന്ന് മാത്രമല്ല, അയാൾക്ക് ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളും ഒരുപാട് ഫാൻസും ഉണ്ടായിരുന്നു, ആരാധകരുണ്ടായിരുന്നു. മൗലാന എന്നായിരുന്നു അവർ മൊത്തത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാട്ടുകാർ പൊതുവെ കാണുന്നത് ഒരു ജനസമൂഹത്തിൻ്റെ ഇടയിൽ ഒരു വെളിച്ചം, ഒരു കത്തി നിൽക്കുന്ന ഒരു വെളിച്ചം, ഒരു പ്രകാശം പോലെയായിരുന്നു. അതായത് ഒരു അറിവിൻ്റെ പ്രകാശമാട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ഒരാളായിരുന്നു മൗലാന റൂമി എന്ന് പറയുന്നത്. റൂമി 1244 ഷംസിനെ കണ്ടുമുട്ടാണ്. ഷംസ് തബ്രീസിനെ കണ്ടുമുട്ടാണ്. ഷംസിനെ കണ്ടുമുട്ടിയ സമയം തൊട്ട് ചരിത്രകാരന്മാർ അതിനെ പറയുന്നത് 2 മഹാസമുദ്രങ്ങൾ ഒന്നിച്ചു ചേർന്ന പോലെയായിരുന്നു എന്നാണ്. വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഷംസിൻ്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത്, ഷംസ് ഭയങ്കര റിബലായിരുന്നു. ഈ ഓർത്തഡോക്സ് ചിന്താഗതികളൊക്കെ എപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന, അതേപോലെ സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുന്നോട്ട് ഇനി മധുരമുറുന്ന ദൈവനിന്ദ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളായിട്ട് തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഇനി വരുന്ന സംഭവങ്ങളെയോ സന്ദർഭങ്ങളെയോ ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. എപ്പോഴാണ് നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട ആളാവുക എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഹയർ ലെവലിലേക്ക് നമ്മളെ സ്റ്റാൻഡേർഡ് ഉയരുക എന്ന് വെച്ചാൽ, നമ്മൾ നിലവിൽ പഠിച്ചു വെച്ച കുറേ സംഭവങ്ങളുണ്ടാവും. ആ പഠിച്ചു വെച്ച സംഭവങ്ങളുടെ ഒന്നെങ്കിൽ കുറച്ചുകൂടി എക്സ്ട്രാ സാധനങ്ങൾ നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി വിശാലാർത്ഥത്തിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പഠിച്ചു വെച്ച കുറേ കാര്യങ്ങളുണ്ടാവും. ഒരു എക്സാമ്പിൾ പറയാം. വേശ്യ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പൊതുബോധത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ മനസ്സിലാക്കി വെച്ചത് വേശ്യ എന്ന് പറയുന്നത് അത്ര നല്ല ഒരാളല്ല എന്നുള്ളതാണ്. പക്ഷേ ബഷീർ ഒരിക്കൽ അമ്മ വേശ്യയാണ്, അല്ലെങ്കിൽ വേശ്യയും അമ്മയാണ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. അതായത് ഒരു സൈഡിൽ നിന്ന് വേശ്യാവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറു സൈഡിൽ ഉറക്കി കിടത്തിയിട്ടുള്ള ആളുടെ ചെറിയ കുട്ടിയെ ഉറുമ്പരിക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ പറയുന്നുണ്ട്. അപ്പം വേശ്യക്കുള്ളിൽ ഒരു അമ്മയുണ്ട് എന്ന് കണ്ട ഒരാളാണ് ബഷീർ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം, നമ്മൾ ചിലപ്പം കൊലയാളികളെക്കുറിച്ച് പറയും, അതല്ലെങ്കിൽ മദ്യപാനികളെക്കുറിച്ച് പറയും, അതല്ലെങ്കിൽ വേശ്യകളെക്കുറിച്ച് പറയും. ഇവരൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, പൊതുവെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇവർക്കൊക്കെ ഒരു സ്ഥാനമുണ്ട്. ഇപ്പോൾ അയാളൊരു ആൻറ്റി സോഷ്യലാണ്, അയാളൊരു സൈക്കോ ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ ആദ്യം അയാളെ പറ്റി വരുന്നൊരു പിക്ചറുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച പിക്ചറാണ്. ആ പിക്ചറിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഒരനക്കം മുന്നോട്ട് പോവാൻ റെഡി ആവാത്തിടത്തോളം കാലം നമുക്ക് മനസ്സിന് വിശാലത ഉണ്ടാവില്ല. നമുക്ക് കൂടുതൽ ബ്രോഡായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യങ്ങൾ കുറഞ്ഞു വരും. ഇനി മുന്നോട്ട് പറയുന്ന കഥകളിൽ നിങ്ങളായിട്ട് തന്നെ നിൽക്കുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന ആശയങ്ങളെ, അല്ലെങ്കിൽ ആദർശങ്ങളെ, അല്ലെങ്കിൽ കഥയായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാൻ സാധ്യത വളരെ കുറവാണ്. സോ ഇനി വരുന്ന കാര്യങ്ങളെ നിങ്ങളായി കാണാതെ പറയുന്ന ആളുടെ ഭാഗത്ത് നിന്ന്, അതായത് കുറ്റവാളിയുടെ ഭാഗത്ത് നിന്ന്, പ്രതിയുടെ ഭാഗത്ത് നിന്ന്, അതല്ലെങ്കിൽ കൊന്ന ആൾ എന്താണോ പറയുന്നത് അയാളുടെ ഭാഗത്ത് നിന്ന്, വേശ്യയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് പറയാനുള്ളത്, അതായത് ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് വേണം കഥ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ്.
ഞാനിത് പറയാനുണ്ടായൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഷംസിൻ്റെ പല കാര്യങ്ങളും വളരെയധികം എന്താ പറയുക, കുറച്ച് റിബലായിട്ടുള്ള ചിന്താഗതികളാണ്. റിബലായിട്ടുള്ള ചിന്താഗതികളായതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രണയം എന്ന് പറയുന്ന സാധനം എല്ലാവരെയും തൊട്ട് വിളിക്കും. പക്ഷേ ചില ആൾക്കാർ പ്രണയത്തിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന പോലെ ക്രിഞ്ചാണ്, പൈങ്കിളിയാണ്, എന്ത് പ്രണയമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ഉള്ളത് പോലെ തന്നെ ഈ റിബലിയസ് ആയിട്ടുള്ള സാധനങ്ങളുടെ അല്ലെങ്കിൽ അത്രയും ബ്രോഡായിട്ട് ചിന്തിക്കാനുള്ള ചിന്താഗതികളെ ചില ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്ന് വരും. സോ നമ്മൾ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് മാക്സിമം ഈ കഥയെ ഉൾക്കൊള്ളാൻ അപ്പുറത്ത് നമ്മുടേതായ ചിന്താഗതികൾ കുറേ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വരും. അതെങ്ങനെ ശരിയാവും, അങ്ങനെയല്ലല്ലോ ഞാൻ പഠിച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ച അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളൊരു സാമൂഹിക ചുറ്റുപാട് ഇങ്ങനെ അല്ലല്ലോ. അപ്പം അവിടെ തന്നെ നമ്മൾ സ്റ്റക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഥക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഏതുപോലെ ഷംസിൻ്റെ ഈ റിബലിയസ് ചിന്താഗതികൾ ആ കാലത്ത് തന്നെ അവിടെ റൂമിയുടെ ചുറ്റും ജീവിച്ചിരുന്ന ആൾക്കാർക്ക് പോലും ദഹിക്കാതെ വരികയും, സ്വാഭാവികമായിട്ട് ദഹിക്കാതെ വരികയും ഒടുവിൽ ഷംസും റൂമിയും തമ്മിൽ പിരിയുക എന്നുള്ളൊരു സന്ദർഭത്തിലേക്ക് വരെ എത്തി. പക്ഷേ പിരിയാന്നുള്ളൊരു സന്ദർഭം എത്തിയെന്ന് നമുക്കിങ്ങനെ പുറമേ പറയാമെങ്കിലും അത് ശരിക്കും രണ്ട് വലിയ കടലുകൾ തമ്മിൽ ഒന്നിച്ചു ചേരുകയായിരുന്നു. ഒന്നിച്ചു ചേർന്നൊരു വലിയ എന്താ പറയുക, രണ്ട് കടൽ തമ്മിൽ ഒന്നിച്ചു ചേർന്നാൽ എന്താവും, അത് അതിലും വലിയൊരു കടലായിട്ട് മാറും അല്ലേ. ബഷീർ പറയും ഒന്നും വലിയ ഒന്ന് എന്ന് പറയും. അതേപോലെ അങ്ങനെ ഒരു വലിയ ഒന്നായിട്ടുള്ള കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇനി നമ്മൾ പറയാൻ പോകുന്ന ഓരോ കഥയിലും നമ്മൾ കഥ തുടങ്ങുന്നത് ഒരാളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നിട്ടായിരിക്കും. അത് ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷംസിൻ്റെ പേഴ്സ്പെക്റ്റീവിലായിരിക്കും നമ്മൾ കഥ പറഞ്ഞു പോകുന്നുണ്ടാവുക. അതല്ലെങ്കിൽ ഒരു ഭിക്ഷക്കാരൻ്റെ പേഴ്സ്പെക്റ്റീവിലായിരിക്കും നമ്മൾ കഥ പറഞ്ഞു. അപ്പോൾ ഓരോ പേഴ്സ്പെക്റ്റീവുകളും നമുക്ക് മനസ്സിലാവുകയും ആ പേഴ്സ്പെക്റ്റീവിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വലിയ ചിന്താഗതികളും അതല്ലെങ്കിൽ കൂടുതൽ വിശാലമായ ചിന്താഗതികളും നമുക്ക് വരും എന്നുള്ളതാണ്. ഇത്രയും ഞാൻ പറഞ്ഞത് കഥ മുന്നോട്ട് പോകും, പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. ജസ്റ്റ് കഥ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാനിത് എന്തിനാണ് പറഞ്ഞത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു കൊലയാളിയെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഒരു കില്ലർ, ഒരു കൊട്ടേഷൻ സാധനങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ഗുണ്ട, അതിൻ്റെയൊക്കെ പേഴ്സ്പെക്റ്റീവിലാണ് നമ്മൾ ഈ കഥ പറയണത്. ഓക്കെ, അപ്പം അയാളുടെ ചിന്താഗതികളിലൂടെയാണ് നമ്മൾ പോണത്. അയാൾ ചിന്തിക്കുന്നത്, കിണറ്റിനടിയിലേക്ക് ഞാൻ അവനെ കൊന്നിട്ട് എറിയുന്ന സമയത്ത് അവൻ്റെ കണ്ണിലുള്ള എന്തോ ഒന്ന് എന്നെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ടായിരുന്നു. ആ കണ്ണ്, സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ പല ആൾക്കാരെയും കൊന്നിട്ടുണ്ട്, പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പൊതുവേ നമ്മൾ ഒരാളെ കൊല്ലുന്ന സമയത്ത് അയാളുടെ ഉള്ളിൽ നിന്ന് ഒരു സ്മെല്ല്, അല്ലെങ്കിൽ അയാളുടെ ഒരു ആംഗ്യം, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒന്ന് അയാളിൽ നിന്ന് നമ്മളിലേക്ക് പടരും. ഇരയുടെ ശാപം എന്നാണ് ഞാൻ അതിനെ മനസ്സിലാക്കണത്. ആ ശാപം നമ്മൾ ഈ പട്ടിൻ്റെ കഴുത്തിലെ തൊടലൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ കഴുത്തിലൂടെ കെട്ടിയിട്ടുള്ള, അതേപോലെ നമ്മളിങ്ങനെ കെട്ടിക്കൊണ്ടടക്കും. എല്ലാ കാലത്തും അത് നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും. എല്ലാ കാലത്തും ഉണ്ടാവുമെന്ന് വെച്ചാൽ നമ്മുടെ ഊണിലും ഉറക്കത്തിലും ഒക്കെ ഉണ്ടാവും. വെറുതെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പം വിനീത് ശ്രീനിവാസൻ്റെ ഒരു മൂവി ഉണ്ടായിരുന്നു, മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്. അതിൽ പുള്ളി സുരാജിൻ്റെ കഥാപാത്രത്തിനെ പാമ്പിനെ ഉപയോഗിച്ച് കൊല്ലുന്നുണ്ട്. പക്ഷേ ഇയാൾ പോകുന്ന സ്ഥലത്തൊക്കെ ഒരു ഹാലൂസിനേഷൻ പോലെ ഈ സുരാജിനെ ഇങ്ങനെ കാണാൻ പറ്റുകയും സുരാജ് സംസാരിക്കുന്നത് പോലെയും നിർദ്ദേശം കൊടുക്കുന്ന പോലെയും അത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്ന പോലെയൊക്കെ നമുക്ക് ആ സിനിമയിൽ ഇങ്ങനെ കാണാൻ പറ്റും. എന്നതുപോലെ നമ്മളൊരാളെ കൊല്ലുന്ന സമയത്ത് അയാളിൽ നിന്ന് എന്തോ ഒന്ന് ഒരു ശാപം നമ്മുടെ നേരെ വീഴുകയും നമ്മുടെ ദേഹത്ത് വീഴുകയും അത് അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ കാലത്തും നമ്മൾ നോക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഒരു തുറിച്ച് നിൽക്കുന്ന രണ്ട് കണ്ണ് പോലെ ആയിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു ശാപം നമ്മളങ്ങനെ പിന്തുടരുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ ഒരു പിന്തുടർച്ച എന്നെ കുറേ കാലമായിട്ട് ഇങ്ങനെ പിന്തുടരുന്നുണ്ട്. പക്ഷേ അതെനിക്ക് അത്രയും വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. കാരണം എൻ്റെ ഒരു തൊഴിൽ എന്ന് പറയണത് ഇങ്ങനെ ആൾക്കാരെ കൊല്ലുക എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ ഏറ്റവും അവസാനത്തെ സംഭവം അത് എന്നെ വല്ലാതെ ഡെസ്പറേറ്റ് ആക്കി കളഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ എനിക്ക് അയാളുടെ കണ്ണുകൾ കാണാം. ശ്വാസം കിട്ടാതെ തുറിച്ച് നിൽക്കുന്ന അയാളുടെ രണ്ട് കണ്ണുകളെ എനിക്കിങ്ങനെ കാണാൻ പറ്റും. പലപ്പോഴും
ഉറക്കത്ത് ഞാൻ സ്വപ്നം കണ്ടിട്ട് ഇതേപോലെയുള്ള ഈ 2 കണ്ണുകൾ എന്നെ തന്നെ നോക്കുന്നത് കണ്ടിട്ട് ഞാൻ ഞെട്ടി എണീറ്റിട്ടുണ്ട്. പേടിപ്പിക്കുന്ന പല സ്വപ്നങ്ങളും കണ്ടിട്ട് ഞാൻ എണീറ്റിട്ടുണ്ട്. ആ ഒരു സംഭവത്തിൻ്റെ ശേഷം, അയാളെ കൊന്നതിൻ്റെ ശേഷം കുറേ കാലമായിട്ട് അതെന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുണ്ടല്ലോ, നമ്മളെ വല്ലാതെ ഒരു പ്രശ്നം വേട്ടയാടുന്ന സമയത്ത് നമ്മൾ ഒളിച്ചോടൂലേ, എങ്ങോട്ടേലും നാട് വിട്ട് പോയാലോ? മോഹൻലാൽ ഏതൊരു പടത്തിൽ ചോദിക്കുന്നുണ്ട്, നമുക്ക് എങ്ങോട്ടേലും പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന കഥാപാത്രം ചോദിക്കുന്നുണ്ട്, മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലേ? ചിലപ്പോൾ റീലിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. മനസ്സ് വല്ലാണ്ട് വേദനിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നൊരു കാര്യമാണ് എങ്ങോട്ടേലും നാട് വിട്ട് പോയാലോ എന്ന്. അപ്പം ഞാനും എന്ത് ചെയ്തു, ഞാൻ അലക്സാണ്ട്രിയ വരെ നാട് വിട്ട് വന്നു. പക്ഷേ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. ആ കണ്ണുകൾ, തുറച്ച് നിൽക്കുന്ന ആ കണ്ണുകളെ ഞാൻ എല്ലായിടത്തും കാണുന്നു. ഞാനൊരു വെള്ളത്തിലേക്ക് നോക്കുന്ന സമയത്ത് അയാളെ കിണറ്റിലേക്ക് ഇട്ടപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സാധനം, അയാൾ കിണറിൻ്റെ അടിയിലേക്ക് വീഴും, ആ ഇരുണ്ട കിണറിൻ്റെ ആ വെള്ളത്തിലേക്ക് വീണ് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കുമിളകൾ ഇങ്ങനെ പൊന്തി വരും, അയാളുടെ ശ്വാസം പോവും. അത് എക്സ്പെക്റ്റ് ചെയ്ത് ഞാൻ നോക്കി നിന്നു എന്നല്ലാതെ ആ കുമിളകൾ വന്നില്ല. പക്ഷേ പിന്നെ ഏത് വെള്ളത്തിലേക്കും ഞാനങ്ങനെ നോക്കുമ്പോൾ, പുഴയിലാവട്ടെ, കിണറിലാവട്ടെ, തോട്ടിലാവട്ടെ, ഏത് വെള്ളത്തിലേക്ക് ഞാൻ നോക്കുമ്പോഴും എനിക്കൊരു എന്താണെന്നറിയാത്തൊരു പേടി എന്നെ ഇങ്ങനെ പൊതിയുന്നതായിട്ട് കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ പണി, നമ്മൾ പണി എന്നാണല്ലോ പറയുക, പണി എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട് അല്ലേ, കൊട്ടേഷൻ പരിപാടികളൊക്കെ ആയിട്ട്. ഏതായാലും ഈ ഒരു പണി അല്ലെങ്കിൽ ഈ ഒരു കൊട്ടേഷൻ എന്നെ തെരഞ്ഞു വന്നതാണോ അല്ലെങ്കിൽ ഞാനായിട്ട് തിരഞ്ഞു പോയതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതായത് ഈ ജോലി എനിക്ക് എത്തിയത് തന്നെ ഒരു പ്രത്യേക തരത്തിലാണ്. അന്ന് ഞാൻ ഒരു വേശ്യാലയത്തിൽ, അവിടെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അവിടെ കാവൽ നിൽക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 2 കാര്യമാണ്. ഒന്ന്, വേശ്യാലയത്തു നിന്ന് ചാടിപ്പോകുന്ന പെണ്ണുങ്ങളുണ്ടാവുമല്ലോ, അവരെ പിടിച്ച് കെട്ടുക, പിടിച്ച് കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. അതേപോലെ അലമ്പാക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ, ആ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുക, ഈ പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ വേശ്യാലയത്തിൽ പണിക്ക് നിൽക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്നതൊരു, അതിൻ്റെ ഒരു ഉടമ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഗംഗുബായ് കാത്യാവാടി അങ്ങനെ ഒരു മൂവി കണ്ടിട്ടില്ലേ, അതിലൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. ഇത് നടത്തി കൊണ്ടുപോകുന്ന ഒരാളുണ്ടാവും, അത് ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു. അപ്പോൾ പുള്ളി ഭയങ്കര എന്താ പറയുക, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനെ എടുത്ത് വെട്ട് കുത്ത് അങ്ങനത്തെ ആളാണ്. ഭയങ്കര ചൂടനാണ് ആൾ, അല്ലെങ്കിൽ ഭയങ്കര എന്താ ഇപ്പോൾ പ്രയോഗിക്കുക അല്ലേ. ഏതായാലും ആൾക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ട് അടിക്കും പിടിക്കും വർത്തമാനത്തിനൊന്നും പോവാറില്ല. എന്നാലും വരുന്ന അങ്ങനത്തെ കുറച്ച് അലമ്പായിട്ടുള്ള കസ്റ്റമേഴ്സിനൊക്കെ ഡീൽ ചെയ്യുക, അതേപോലെ അവിടുന്ന് ചാടി പോകുന്ന കുട്ടികളുണ്ടാവും, ഓരെ പിടിച്ച് കെട്ടി കൊണ്ടുവരിക. ഇതൊക്കെയായിരുന്നു എനിക്ക് ആ ഒരു സമയത്തിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ വേശ്യാലയത്തു നിന്ന് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ദൈവമാർഗം തേടി ചാടിപ്പോയി. കാണാൻ നല്ല ഭംഗിയുള്ള, കൂട്ടത്തിൽ അത്യാവശ്യം കാണാൻ ഒരു മേനയൊക്കെ ഉള്ളൊരു പെണ്ണായിരുന്നു ഇയാൾ ദൈവമാർഗം തേടിയിട്ടാണ് ചാടിപ്പോയത്. സ്വാഭാവികമായിട്ടും അയാളെ പിടിച്ചുകൊണ്ടുവരിക എന്നുള്ള ഡ്യൂട്ടി എനിക്കാണല്ലോ. അപ്പം ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം എൻ്റെ പണി എന്താണെന്നറിയോ, ഈ പെണ്ണിനെ പിടിച്ച് കഴിഞ്ഞാൽ, ഈ പെണ്ണിന് എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് വേറൊരാൾക്ക് നോക്കാൻ പറ്റാത്ത രൂപത്തിൽ അത് വികൃതമാക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അടിച്ചു പല്ല് തൊയ്ക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് എൻ്റെ പരിപാടി. പക്ഷേ ആ പെണ്ണിൻ്റെ മുഖം ആലോചിക്കുക, നല്ലൊരു മോളായിരുന്നു. അപ്പം ഇറങ്ങുമ്പോൾ എനിക്കൊരു വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ കുട്ടീൻ്റെ കയ്യിൽ, ഞാൻ ഇറങ്ങിയ എൻ്റെ കൈ കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പം ഞാൻ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് എൻ്റെ വാതിൽക്കൽ ഒരു കത്ത് കാണുന്നത്. എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുത്തും വായനയും അത്ര ധാരണയില്ല. സ്വാഭാവികമായിട്ടും ഞാൻ നേരെ അതും കൊണ്ട് മദ്രസയിലേക്ക് പോയി, കോളേജിലേക്ക് പോയി. മദ്രസ എന്ന് പറഞ്ഞാൽ കോളേജിൽ നിന്നാണ് കേട്ടോ അർത്ഥം. അപ്പം അവിടെ പോയ സമയത്ത് അവിടെ ഒരു കുട്ടിക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് ഇതൊന്ന് വായിച്ചു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. വായിച്ച സമയത്ത് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് അതൊരു ഊമക്കത്താണ്. ഏതാനും ചില യഥാർത്ഥ വിശ്വാസികൾ, അല്ലെങ്കിൽ കുറച്ച് സത്യവിശ്വാസികൾ, കറകളഞ്ഞ സത്യവിശ്വാസികൾ എന്നുള്ള പേരിലാണത് വന്നിക്കുന്നത്. ആരെ പേരിലാണ്, ആരാണ് അയച്ചതെന്നില്ല. പിന്നെ അതിൻ്റെ അടിയിൽ എഴുതിയത്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നും നിങ്ങളുടെ ജോലി എന്തായിരുന്നു എന്നുള്ളതും ഞങ്ങൾക്കൊരു വിശ്വാസമുള്ള കേന്ദ്രത്തിൽ നിന്ന് അറിവ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കൊട്ടേഷൻ ടീമിലുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ തടവിലാക്കപ്പെട്ടിരിക്കുകയാണെന്നും അവിടെ ചില പ്രശ്നങ്ങളുണ്ടായതിൻ്റെ പേരിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓടിയതാണെന്നുള്ളതിനെ പറ്റിയും ഞങ്ങൾക്ക് ധാരണയുണ്ട്. ഈ ഇവിടെ വേഷം മാറി നടക്കുകയാണെന്നും നീ അസൽ ഗുണ്ടയാണെന്നും നീ ഉണ്ടാക്കി വെച്ച പുകിലുകൾ എന്തൊക്കെയാണെന്നുള്ളതും ഞങ്ങൾക്ക് ധാരണയുണ്ട്.
കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമുണ്ട്. അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കത്തെഴുതുന്നത്. പണി എന്താണെന്നുള്ളത് ഞങ്ങൾ പറയാം. ഈ പണി ഏൽക്കുന്നതിന് എനിക്ക് തക്കതായ കൂലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്തൊരു ഷാപ്പുണ്ട്. ആ ഷാപ്പിൽ ഈവനിങ് ആകുമ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോൾ വരികയാണ് വേണ്ടത്. അവിടെ വെച്ചിട്ട് പണി എങ്ങനെയാണ്, ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞത്. ഓക്കെ. എന്ന് മാത്രമല്ല ഒരു കണ്ടീഷനും കൂടിയുണ്ട്. ഞാൻ ഷാപ്പിൽ പോയി ഇരിക്കേണ്ട ടേബിൾ എന്ന് പറയുന്നത് ജനലിൻ്റെ അടുത്തുള്ളൊരു ടേബിളാണ്. ആ ടേബിളിൻ്റെ അടുത്ത് ഡോർ ബാക്കിലാവുന്ന രൂപത്തിൽ വേണം ഞാൻ ഇരിക്കാൻ. എൻ്റെ ബാക്കിൽ ഡോറിലൂടെ 2 ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് ഇരിക്കുകയോ എന്നോട് സംസാരിക്കുകയോ ചെയ്ത് പോയി കഴിഞ്ഞാലും ഞാൻ അയാളെ കാണാനോ തിരിഞ്ഞു നോക്കാനോ ഒന്നും പാടില്ല. ജനലിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ബാക്കിൽ ഡോറ്, മുമ്പിൽ ജനൽ, ആ രൂപത്തിൽ ഞാൻ തല കുനിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. എന്ന് പറഞ്ഞാൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളതിനെ പറ്റി എനിക്ക് ധാരണ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. പൊതുവേ ഇങ്ങനത്തെ തോന്നിയാസങ്ങളൊക്കെ എനിക്ക് നല്ല പരിചയമാണ്. സംഭവം ഇതിൽ എൻ്റെ ഒരു തിയറി എന്താണെന്ന് വെച്ചാൽ, ഒരാൾ പണി തരുന്നത് എത്രത്തോളം സീക്രട്ടായിട്ടാണോ അത്രത്തോളം അടുത്ത ആളെ ആയിരിക്കും അയാൾക്ക് കൊല്ലാനുണ്ടാവുക. അതായത് എനിക്ക് എൻ്റെ ബാപ്പനെയാണ് കൊല്ലാനുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം സീക്രട്ടായിട്ട് ഞാനാണ് ഈ പണി തന്നത് എന്നുള്ളത് ഒരിക്കലും പുറത്തറിയാൻ പാടില്ല. ആ രൂപത്തിലായിരിക്കും ഞാൻ പണി തരുന്നുണ്ടാവുക. പിന്നെ സ്വാഭാവികമായിട്ടും കൊല്ലുക എന്ന് പറയണ എല്ലാവരും വിചാരിക്കുക എന്താണെന്ന് വെച്ചാൽ ഈ കൊല്ലുക എന്ന് പറയണ പരിപാടി എനിക്കത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഒരാളെ കൊല്ലാൻ കഴിയില്ല എന്നാണ് പൊതുവെ മനുഷ്യന്മാരൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ ഒരു കോയിൻസിഡൻസിൻ്റെ പോരായ്മയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ തന്നെ കേട്ടിട്ടില്ലേ, കൊല്ലത്ത് അല്ലെങ്കിൽ താഴെ എറണാകുളത്തോ ആ ഭാഗത്തൊക്കെ തൈരിന് വേണ്ടിയിട്ട് അടി, അല്ലെങ്കിൽ പപ്പടത്തിന് വേണ്ടിയിട്ട്, ലേസിന് വേണ്ടിയിട്ട് അടി, ഇങ്ങനെയൊക്കെ സിമ്പിൾ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അടി എന്ന് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കൂലേ, അയ്യോ ഇത്രയും സില്ലി മാറ്ററിന് വേണ്ടിയിട്ടാണ് ഇയാൾ അടി ഉണ്ടാക്കുന്നത്. അതല്ല സംഭവം. ഒരു ആംഗ്യം അല്ലെങ്കിൽ ഒരു ചെറിയ സംസാരം, അതല്ലെങ്കിൽ വിചാരിക്കാത്ത സമയത്ത് ഒരു കയറി വരൽ, അതല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടൊരു തെറ്റിദ്ധരിപ്പിക്കൽ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സ്റ്റിമുലസ് മതി നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കൊലയാളിയെ പുറത്ത് കൊണ്ടുവരാൻ. കറക്റ്റ് സമയത്ത് അല്ലെങ്കിൽ കറക്റ്റ് സ്ഥലത്ത് അയാൾ തൊട്ട് കഴിഞ്ഞാൽ, വീക്ക് പോയിന്റിൽ തൊട്ട് കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മുടെ ഉള്ളിലുള്ള കൊലയാളി ചാടി എണീക്കും. അത് ജസ്റ്റ് നമ്മളെ ബാക്കിൽ വരുന്ന ഡ്രൈവർ ഒന്ന് അമർത്തി ഓണടിച്ചാൽ പോലും മതി, നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ കൊലയാളി ഉണ്ട്. ഭയങ്കര സമാധാനത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നുകയാണ് നമുക്കൊരാളെ കൊല്ലാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷേ എല്ലാവരുടെ ഉള്ളിലും ഒരു കൊലയാളി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സമയമാവണ സമയത്ത്, സന്ദർഭം വരുന്ന സമയത്ത്, സാഹചര്യം വരുന്ന സമയത്ത് പുറത്ത് വരുമ്പോഴേ നമുക്ക് എന്ത് മനസ്സിലാവും, നമ്മുടെയൊക്കെ ഉള്ളിലൊരു കൊലയാളി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയുന്ന ആളെയോ എന്നോട് ദേഷ്യമുള്ള ആളെയോ മാത്രമൊന്നുമല്ല കൊല്ലുന്നത്. എനിക്ക് ഒരു ധാരണയില്ലാത്ത ആരോ ആയിരിക്കും, അന്യരായിരിക്കും, അപരിചിതനായിരിക്കും. പക്ഷേ എനിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ എന്തിനാണ് ഞാൻ കൊല്ലണതെന്നോ അയാൾ മറ്റേ ആളുടെ അടുത്ത ആളാണോ അല്ലേന്ന് ഇതൊന്നും അല്ല എൻ്റെ പരിപാടി. എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ പൈസ കിട്ടി അയാളെ കൊല്ലുക, ഏതാണോ ആളെ പോയിട്ട് കൊല്ലുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി. വേറൊരു പരിപാടിയില്ല. അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു കാര്യം അന്വേഷിക്കുക എന്നുള്ളതും എൻ്റെ ഡ്യൂട്ടി അല്ല. ഞാൻ തിരഞ്ഞെടുത്തൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് പൈസ വാങ്ങുക, ആരാണോ ടാർഗറ്റ് അയാളെ പോയിട്ട് കൊല്ലുക, ഇത്ര മാത്രമേ ഞാൻ നോർമലി എടുക്കാറുള്ളൂ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഷാപ്പിലേക്ക് പോയി, മദ്യഷാപ്പിൽ പോയി. അവർ ഏകദേശം പറഞ്ഞിട്ടുള്ള ഒരു ജനലിൻ്റെ അടുത്തുള്ള സീറ്റിൽ മുഖത്ത് വസൂരിയൊക്കെ വന്ന് ഉണങ്ങിയിട്ടുള്ള ഒരാൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അയാൾ ഉറങ്ങുകയാണ്, അടിച്ച് പൂസായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് അയാളെ വിളിച്ചുണർത്തി അങ്ങോട്ട് മാറിയിരിക്കുമെന്ന് പറയാനുള്ള ഒരു തോന്നൽ വന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുടിയന്മാരല്ലേ, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ അയാൾ അവിടെ തന്നെ വെച്ചിട്ട് തൊട്ടടുത്ത് വേറൊരു സീറ്റ് ഉണ്ട് ഇതേപോലെ, ഞാൻ അവിടെ പോയിട്ടിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ 2 ആൾക്കാർ അത് വരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള പരിപാടി തിരിഞ്ഞു നോക്കാതിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ബേക്കിൽ നിന്ന് 2 ആൾക്കാർ വന്നു, ഓരിൻ്റെ 2 സൈഡിലുമായിട്ട് വന്നിരുന്നു. അപ്പോൾ തിരിഞ്ഞു നോക്കാതെ തന്നെ എനിക്ക് മനസ്സിലായി 2 ചെറിയ പയ്യന്മാരാണ് വന്നിട്ടുള്ളത്. ഓരിങ്ങനെ പറയാൻ തുടങ്ങി, വലിയ റെക്കമെൻഡിലാണ് നിങ്ങളിവിടെ എത്തിയിട്ടുള്ളത്, ഈ പണിക്ക് നിങ്ങളാണ് നല്ലത് എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, കൂട്ടത്തിൽ നിങ്ങളാണ് കുറച്ച് നൈസായിട്ട് ഡീൽ ചെയ്യാൻ പറ്റിയ ആൾ എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളെ തന്നെ വേണം എന്നുള്ളത് പറഞ്ഞത് എന്ന് പറയും. ഒരു കാര്യം മനസ്സിലായി, വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇന്ന ലേശൊരു പേടിയുണ്ട്, ഇന്നെപ്പറ്റി കുറച്ചൊരു ധാരണ ഉണ്ട് എന്നുള്ളത്. ഒരു കണക്കിന് അതാണ് നല്ലത്. എന്നെ പറ്റി ചെറിയൊരു പേടി ഉണ്ടാവുക എന്നുള്ളത് പിന്നെ ഓല് എന്നോട് ഉടക്കാൻ നിൽക്കില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ് സംഭവം ശരിയാണ്, ഞാനാണ് ഇപ്പോൾ ഫീൽഡിൽ മെച്ചത്തിൽ നിൽക്കുന്നത്, ഞാനാണ്, പറഞ്ഞ പണി ഞാൻ ചെയ്തിരിക്കും, എൻ്റെ ക്ലയൻറ്റിനെ എന്ത് വില കൊടുത്തും ഞാൻ സംരക്ഷിക്കും. രണ്ടാമത്തെ കാര്യം, പറഞ്ഞ പണി പറഞ്ഞ പോലെ ഞാൻ ചെയ്തിരിക്കും, അത് എത്ര അഡ്വഞ്ചറസ് ആണെന്നുണ്ടെങ്കിലും ആ പണി ഞാൻ തീർത്തിരിക്കും എന്ന് പറയും. അപ്പോൾ അവർ പറയും ഇതത്ര എളുപ്പമായിരിക്കില്ല, ഈ പണി എന്ന് പറയണത് കുറച്ച് സീനാണ്. ഒരാളുണ്ട്,
ആൾ ഭയങ്കര അലമ്പാണ്, കുറേ കാലമായിട്ട് കച്ചറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പലവട്ടം അയാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അലമ്പുണ്ടാക്കരുത്, കച്ചറ ഉണ്ടാക്കരുത്, സീൻ ഉണ്ടാക്കരുത് എന്നുള്ളത്. പക്ഷേ പറഞ്ഞിട്ടൊന്നും അയാൾ കേൾക്കുന്നില്ല. പിന്നെയും കൂടുതൽ കച്ചറകളോ അലമ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു രക്ഷയില്ലാതെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മാർഗ്ഗം സ്വീകരിക്കേണ്ടി വന്നത്. പൊതുവെ ഉള്ളൊരു പരിപാടിയാണ്. അതായത് കൊട്ടേഷൻ തരാൻ വരുന്ന ആൾക്കാരൊക്കെ ഓരോ ഭാഗം ജസ്റ്റ് ഒന്ന് പറയും. അപ്പോൾ അത് ഞാൻ കേട്ടൊന്ന് തലയാട്ടിക്കഴിഞ്ഞാൽ ഓരോ വിചാരം എന്താണ്, ഓക്കെ ഓരോ ഭാഗത്തിൽ എന്തോ ഒരു ന്യായം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾ ആളെ പറയും, ആരാണെന്ന് പറയും. അപ്പോൾ അതിന് ഒരു കറക്റ്റായിട്ടൊരു ആൻസർ പറഞ്ഞില്ല, ഇന്ന ആളെന്ന് പറഞ്ഞില്ല. പകരം ഒരു പറഞ്ഞത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു 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 നിരീശ്വരവാദിയും താന്തോന്നിയും എപ്പോഴും തെറ്റുകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ദർവീഷാണ് എന്ന് പറഞ്ഞു. ഞാൻ പല ആൾക്കാരെയും കൊന്നിട്ടുണ്ട്. ഞാൻ വൃദ്ധരെ കൊന്നിട്ടുണ്ട്, സ്ത്രീകളെ കൊന്നിട്ടുണ്ട്, യങ് ആയിട്ടുള്ള ആൾക്കാരെ കൊന്നിട്ടുണ്ട്, കുട്ടികളെ കൊന്നിട്ടുണ്ട്. പല ടൈപ്പ് സാധനങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ദർവീഷിനെ, ദൈവമാർഗത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരാളെ ഞാൻ ഇതുവരെ കൊന്നിട്ടില്ല. ഞാൻ നല്ല അന്ധവിശ്വാസിയായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവമാർഗത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരാളെ കൊന്നിട്ടുള്ള ഒരു ദൈവകോപം വാങ്ങി വെക്കാൻ എനിക്ക് വലിയ ഉദ്ദേശമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞെന്ത്, ഇതെന്നെക്കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്നിട്ട് ഞാൻ എണീച്ച് പോകാനൊരുങ്ങി. അപ്പോൾ കൂട്ടത്തിലൊരാൾ എൻ്റെ കൈ പിടിച്ചിട്ട് അവിടെ തന്നെ ഇരുത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന അത്ര പൈസ ഇതിന് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സാധാരണ വാങ്ങുന്നത് എത്ര എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ധാരണ ഉണ്ട്, ആ എമൗണ്ടിന് എനിക്കിത് ശരിയാവില്ല. അപ്പോൾ ഒരു പറഞ്ഞു ഇരട്ടി തരാമെന്ന്. സത്യം പറഞ്ഞാൽ അപ്പോഴും സമ്മതിക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഒരു വിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു 3 ഇരട്ടി തരണം, എന്നാലേ നടക്കുള്ളൂ. കുറച്ച് നേരം ഉണ്ടാകുന്നിട്ട് ഓല് പറഞ്ഞു അതും തരാമെന്ന് പറഞ്ഞു. അത്രയും പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് സുഖമായിട്ടൊരു കല്യാണം കഴിക്കാം. ഈ തെക്ക് വടക്ക് നടക്കണ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഒരു കല്യാണമൊക്കെ കഴിച്ച് സെറ്റിൽഡ് ആവാൻ മാത്രമുള്ള എമൗണ്ട് ഉണ്ടായിരുന്നു അത്. പക്ഷേ അപ്പം എനിക്കറിയില്ലേനും ഞാൻ ചെയ്യാൻ പോകുന്ന പാതകം എന്ന് പറയണത് കാലാകാലം ഒരു പട്ടിത്തൊടൽ പോലെ എൻ്റെ കഴുത്തിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു സംഭവമായിരിക്കും എന്നുള്ളത്.